ദൈവവചനം ചിന്തയ്ക്കായി നമ്മൾ എടുക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിൻ്റെ നല്ല വചനത്തിനകത്ത് നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ വചനത്തിൽ മാത്രമല്ല, നമ്മൾ പൂർണ്ണമായി യേശുവിൽ ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് ദിനം തോറും നമ്മൾ കർത്താവിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മളെ തന്നെ കർത്താവിൽ പൂർണ്ണമായി വിട്ടുകൊടുത്ത് ഏൽപ്പിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് നല്ലൊരു ക്രിസ്തീയ ജീവിതം. നമ്മൾ ജീവിതത്തിനകത്ത് ഡെയിലി നമ്മൾ ഓരോ കാര്യം നമ്മൾക്ക് ഫേസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഓവർകം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ ദിവസം തോറും നമ്മൾ തരണം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകളും ജോലി സ്ഥലത്തുള്ള അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസൊക്കെ ആയിരിക്കും. അപ്പം വീട്ടിലും റെസ്പോൺസിബിലിറ്റീസ് കാണും, ജോലി സ്ഥലത്തും റെസ്പോൺസിബിലിറ്റീസ് കാണും. ജോലിക്കൊന്നും പോവാത്തവരാണെങ്കിൽ അവർക്ക് അവരുടെ തന്നെ ജീവിതത്തിനകത്ത് പല വിഷയങ്ങൾ കാണും തരണം ചെയ്യാൻ. പക്ഷേ ഇതെല്ലാം നമ്മുടെ കഴിവും കൊണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യാൻ നിൽക്കുമ്പോഴാണ്, പലപ്പോഴും നമ്മളുടെ ബുദ്ധിയാൽ നമ്മൾ ചിന്തിക്കാൻ പോകുമ്പോഴാണ് നമുക്കൊന്നിനും മറുപടി കിട്ടാത്തതോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആകുന്നതോ, ഭയങ്കര വെപ്രാളപ്പെട്ടു പോകുന്നതോ, അല്ലെങ്കിൽ ഭയങ്കര ടെൻസ്ഡായി പോകുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ കഴിവിൽ ആശ്രയിക്കുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കഴിവിൽ ആശ്രയിക്കും. നമ്മൾ മനഃപൂർവ്വമായിരിക്കത്തില്ല. ചിലപ്പോൾ നന്നായി പ്രാർത്ഥിക്കുകയും കർത്താവിൽ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന പലവരും അറിയാതെ അവരവരുടെ കഴിവിലായിരിക്കും ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാടിങ്ങനെ കുറേ ഒന്നിൻ്റെ പുറകെ ജോലിയോ വിഷയങ്ങളോ ഒക്കെ വരുമ്പം അറിയാതെ കാമല്ലാതെയായി പോകും, ഭയങ്കര ടെൻസ്ഡായി പോകും. എന്താണെന്ന് വെച്ചാൽ ആ ഓരോന്ന് വരുമ്പം ഇത് കർത്താവിനെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ ചിലപ്പോൾ ഓർത്തൊന്നിരിക്കത്തില്ല. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അലേർട്ട്നെസ് വരേണ്ടത്. പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് പത്രോസ് പറയുന്നു, ബി അലേർട്ട് അറ്റ് ഓൾ ടൈംസ്, അല്ലേ? എല്ലായ്പ്പോഴും നിങ്ങൾ വളരെ ജാഗരൂകരായിട്ടിരിക്കുക. എന്തിനാണ് ജാഗരൂകരായിട്ടിരിക്കുന്നത്? സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ അലറുന്ന സിംഹം പോലെ നടക്കുന്നു. സിംഹമല്ല, അവൻ അലറുന്ന സിംഹം പോലെ അവനൊരു വേഷമൊക്കെ കെട്ടിയാണ് നടക്കുന്നത്. നമ്മളോർക്കും ഫോർ എക്സാമ്പിൾ ജോലി സ്ഥലത്തൊക്കെ ഒരുപാട് ഭാരങ്ങൾ, ഒരുപാട് ഒന്നിൻ്റെ പുറകെ ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ അത് ഭയങ്കര ഇങ്ങനെ കൂന് നമ്മളോർക്കും എങ്ങനെയാ അലറുന്ന സിംഹം പോലെ സാത്താൻ അവിടെ നടക്കുന്നത്? എങ്ങനെയാ അങ്ങനെ ഭാരം വരുന്നത്? അല്ലെങ്കിൽ അത് നമ്മൾ സമാധാനം തരാത്തവണ്ണം, അല്ലെങ്കിൽ സമയം തരാത്തവണ്ണം പിടിച്ച് ഞെരുക്കുന്ന ഇതൊക്കെ പിശാചിൻ്റെ തന്ത്രമാണ്. എന്താ സുബോധത്തോടെ അല്ലെങ്കിൽ നല്ല സമാധാനത്തോടെ നമ്മൾക്ക് ജോലി സ്ഥലത്തൊക്കെ ഇരിക്കാൻ പറ്റിയാൽ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളൊക്കെ ആണെങ്കിൽ അവരൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചെന്നിരിക്കും, ഒരു വചനം പറഞ്ഞെന്നിരിക്കും. അന്നേരം അവിടെ ഉള്ളവരുടെ ഒരു വിടുതൽ നടന്നെന്നിരിക്കും, അല്ലേ? അപ്പം ദൈവരാജ്യം വലുതായിക്കൊണ്ടിരിക്കും. പക്ഷേ കണ്ടമാനം ജോലി, തിരക്ക്, ഭാരമൊക്കെ വന്നാൽ മനുഷ്യന് തലയ്ക്ക് വെളിവില്ലാതായി പോകും. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണെങ്കിൽ അവർക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. ജോലി പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അവർക്ക് ചിലപ്പം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയെന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു വചനമൊന്ന് പറയാൻ സമയം കിട്ടിയെന്നിരിക്കത്തില്ല, അല്ലേ? അപ്പം ഇത് അലറുന്ന സിംഹം പോലെ സാത്താൻ ചുറ്റിനും നടക്കുക, അല്ലേ? ആ ഒരു സമയം കൊടുക്കത്തില്ല. ഈ പറയുന്നത് മനസ്സിലാവണം. ചിലപ്പം ജോലിക്ക് പോകാത്ത ആൾക്കാർ ഈ വചനം ഇന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ ആണെങ്കിലും ഒന്നിൻ്റെ പുറകെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നിൻ്റെ പുറകെ ഇങ്ങനെ അങ്ങ് ജോലി വന്നുകൊണ്ടേയിരിക്കും, ഭയങ്കര. അത് കഴിഞ്ഞ് അതങ്ങ് വിഷയമായിക്കൊണ്ടിരിക്കും, അത് വലിയ ഭാരമായിക്കൊണ്ടിരിക്കും. ചിന്തകളെ വേർതിരിച്ചങ്ങ് വിടുന്ന വണ്ണം ആയിത്തീരും. എന്താ അത്?
എന്നുവെച്ചാൽ വീട്ടിലിരിക്കുന്നവർ അല്ലെങ്കിൽ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ അവിടെയും സമയം കിട്ടാതിരിക്കാൻ ഇന്ന് നമ്മൾ പലവരുടെയും കാര്യങ്ങൾ കേൾക്കുന്നില്ല. ചുറ്റിനും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ സമയം കിട്ടുന്നില്ല, സമയം എവിടെ പോയി എന്നറിയുന്നില്ല. കഴിഞ്ഞ 2-3 വർഷക്കാലം എന്തുവാ നടക്കുന്നതല്ല, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ആർക്കും ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇത് ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. നമ്മൾ പേർക്ക് ഇതെങ്ങനെയാണ് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ? അതെ, വെച്ചാൽ മനുഷ്യന് ടെൻഷൻ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ജോലി ഭാരങ്ങൾ കൂട്ടിയിട്ട് നിൽക്കുന്നിടത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുവന്നിട്ട് ഒരുപാട് ഇതിൽ ഫോക്കസ്, അത് ചെയ്യണം, ഇത് ചെയ്യണം, കണ്ടമാനം. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് സമയം കിട്ടുമ്പം ചിലപ്പം ഫേസ്ബുക്ക് ആയിരിക്കും, യൂട്യൂബ് ആയിരിക്കും, ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കും, എന്നിട്ട് അത് കേൾക്കും, അത് കേട്ടിട്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ട് അതിൻ്റെ പുറകെ ഡിസ്ട്രാക്ഷൻസ് കൂടുക. പക്ഷേ കർത്താവിൻ്റെ വചനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കർത്താവിലേക്ക് പൂർണ്ണമായി നമ്മൾ ആശ്രയിക്കാൻ പഠിക്കണം. നമ്മൾ ചിലപ്പോൾ ഓർക്കും, ഞാൻ ദൈവ പൈതലല്ലേ, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, ഞാനൊരു TV കാണുന്നില്ല, ഞാൻ വെറുതെ ഇരുന്ന് ഗോസിപ്പ് ചെയ്യുന്നില്ല, എന്താ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചെലവ് ചെയ്യുന്നില്ല, പിന്നെ എനിക്കെന്താ ഇത് ബാധകം? നോ, നമ്മൾ 1 മിനിറ്റ് ഒന്ന് നിൽക്കണം. ലോകം മൊത്തം പലവരുടെ ഇടയിലും ഒന്നിനും സമയം കിട്ടാതെ ആയിക്കൊണ്ടിരിക്കുക. ഒന്നിനും നമ്മൾ പ്രാർത്ഥിക്കണം, ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. യോബിൻ്റെ പുസ്തകത്തിനകത്ത് നോക്കുമ്പം യോബിനോട് ദൈവം കുറേ കാര്യങ്ങൾ ചോദിച്ചേ. യോബ് ഇരുന്നിങ്ങനെ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ ഞാൻ അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പം യോബിൻ്റെ മറുപടിയായിട്ട് ദൈവം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവം പറയുക, നീയാണോ ആകാശത്ത് മഞ്ഞ് കൊണ്ടുവന്നതും മഴ കൊണ്ടുവന്നതും? നീയാണോ വെളിച്ചം കൊണ്ടുവന്നതും ഇരുട്ട് കൊണ്ടുവന്നതും? നീ ഭാരപ്പെട്ടിട്ടാണോ രാത്രി മാറി പകലാവുന്നത്? നീ എന്തെങ്കിലും ചെയ്തിട്ടാണോ? നീയാണോ ലെവിയാത്താനെ ജനിപ്പിച്ചത്? നീയാണോ മഞ്ഞ് പെയ്യിപ്പിച്ചത്? എന്നൊക്കെ പറഞ്ഞ് ദൈവം യോബിനോട് ചോദിക്കുന്നുണ്ട്. എന്താ, യോബ് ഒരുപാട് ഭാരപ്പെട്ടു. യോബിൻ്റെ വിഷയം നമുക്കറിയാം. പക്ഷെ എന്നാലും യോബ് ഒരുപാട് ഭാരപ്പെട്ട് സങ്കടപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് യോബിനകത്തെ ധൈര്യം പോയി. യോബ് പറഞ്ഞു, എന്നാൽ ശരി, നീ ഇതെന്നെ അങ്ങനെ അനുവദിച്ചിരിക്കുന്ന, നീ എന്നെ ശിക്ഷിച്ചിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നീയാണോ യോബേ? ഇന്ന് കർത്താവ് നമ്മളോടൊക്കെ ചോദിക്കുക, നമ്മൾ കുറേ ഭാരപ്പെട്ടിട്ടാണോ നമ്മുടെ ജീവിതത്തിനകത്ത് പല കാര്യങ്ങളും നടക്കുന്നത്? നമ്മൾ കുറേ എന്തെങ്കിലുമൊക്കെ ഭാരം ചുമ്മിയിട്ടും കുറേ ടെൻഷൻ അടിച്ചിട്ടുമാണോ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഓരോന്ന് ചെയ്തു തരുന്നത്? അല്ല, നമ്മൾ സമാധാനമായിട്ടിരുന്ന കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മളുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ലതാണ്. ആ നല്ലത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അതിനകത്തും ഇതിനകത്തും ഒക്കെ നമ്മളുടെ ഫോക്കസിനെ മാറ്റിവിടുന്നതും ഒരുപാട് വിഷയങ്ങളും ഭാരങ്ങളും ഒക്കെ തന്ന് ചിലവരെ നോക്കിക്കേ, ഒന്നിൻ്റെ പുറകെ അവർക്ക് ഇങ്ങനെ വിഷയങ്ങൾ കാണും. എന്താ, ഒരു നിമിഷം പോലും അവർക്ക് നേരാവണ്ണം തലയൊന്ന് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഒന്നിൻ്റെ പുറകെ വിഷയങ്ങൾ. ഹല്ലേലൂയ. പക്ഷേ ഇത് എല്ലാം മറന്ന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിനകത്ത് 28-30 വരെയുള്ള വാക്യത്തിനകത്ത് യേശു കർത്താവ് പറയുക, കം ടു മീ all of you who are weary and carry heavy burdens and I will give you rest. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. I'll give you rest. നിങ്ങൾ ഭാരം ചുമക്കുന്നുണ്ടോ? ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും പറയും, അതെ, എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ഇന്ന വിഷയം കൈകാര്യം ചെയ്യണം, എനിക്ക് ഇന്ന ഉത്തരവാദിത്വമുണ്ട്, ഞാൻ അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്യണം, ഇത് പൂർത്തീകരിക്കണം, ഇതുണ്ട് എന്നൊക്കെ പറയും അല്ലേ. പല മേഖലയിൽ ഞാൻ ജോലിക്ക് പോകുന്ന വ്യക്തി, എനിക്ക് അവിടെ ഡെഡ് ലൈൻസ് ഉണ്ട്. വീട്ടിൽ ഞാൻ പണിയെടുക്കുന്ന ആൾ, എനിക്ക് ഇവിടെ ഡെഡ് ലൈൻസ് ഉണ്ട്. അങ്ങനെ കുറേ ഹല്ലേലൂയ. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം. കുറേ ഡെഡ് ലൈൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ കർത്താവ് പറയുക, നിങ്ങളെല്ലാം എൻ്റെ അടുക്കിലേക്ക് വാ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക്
സ്വസ്ഥത തരാം. ഹല്ലേലൂയ. ഇന്ന് എവിടാണോ നമുക്ക് സ്വസ്ഥതയില്ലാതെ പോകുന്നത്, അസ്വസ്ഥതപ്പെടുന്നത്, അല്ലെങ്കിൽ കണ്ടമാനം, ചിലർ പറയും കണ്ടമാനം പണിയുണ്ട്, ചിലവർ പറയും കണ്ടമാനം തീരുമാനങ്ങൾ എടുക്കണം, ചിലവർ പറയും കണ്ടമാനം ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും സമയം തികഞ്ഞു പറ്റുന്നില്ല, അല്ലെങ്കിൽ കഴിവ് തികഞ്ഞു പറ്റുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികം തികഞ്ഞു പറ്റുന്നില്ല, ഏതെങ്കിലും വിധം, അല്ലെങ്കിൽ ആരോഗ്യം അനുവദിക്കുന്നില്ല. എന്താണെങ്കിലും അതൊരു വിഷയം തന്നെയാണ്. പക്ഷെ കർത്താവ് പറയാം, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വാ. ഹല്ലേലൂയ. നിങ്ങളുടെ നുകം ഭാരമുള്ളതാണെങ്കിൽ, നിങ്ങളുടെ നുകം കനമേറിയതാണെങ്കിൽ അതിങ്ങി തന്നേക്ക്. ഹല്ലേലൂയ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭാരമേറിയതാണെങ്കിൽ ദിനം തോറും എഴുന്നേറ്റിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് വേണ്ട ഈ ഭാരങ്ങൾ. എൻ്റെ ജോലി സ്ഥലത്തെ ഭാരങ്ങളായിരിക്കാം, എൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളായിരിക്കാം, എനിക്ക് ഭാവിയെക്കുറിച്ചുള്ള വ്യാകുല ചിന്തകളായിരിക്കാം. ഹല്ലേലൂയ. മക്കളെക്കുറിച്ചുള്ള വിഷയങ്ങളായിരിക്കാം, ഭർത്താവിൻ്റെ നടപ്പായിരിക്കാം, ഭാര്യയുടെ സ്വഭാവമായിരിക്കാം, വീട്ടുകാരുടെ പ്രശ്നമായിരിക്കാം, എന്ത് വേണമെങ്കിലും അതിനെയെല്ലാം എടുത്തിട്ട് കർത്താവിൻ്റെ കയ്യിലോട്ട് ഒരു വലിയ സഞ്ചി എടുത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ബാഗ് എടുത്ത് ഒരു സൂട്ട് കേസിനകത്ത് എല്ലാം എടുത്ത് വെക്കുന്നത് പോലെ ഇന്നെല്ലാം എടുത്തു വെച്ചിട്ട് എന്താണോ ഭാരങ്ങൾ നമ്മളുടെ സമയം വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്, എന്തൊക്കെയാണോ അതിനെയെല്ലാം ഒരു സൂട്ട് കേസിനകത്ത് എടുത്ത് വെക്കുന്നത് പോലെ എടുത്തു വെച്ചിട്ട് ഇന്ന് കർത്താവിൻ്റെ കയ്യിൽ അതിനെ ഏൽപ്പിക്കണം. കർത്താവ് പറഞ്ഞ എന്തുവാ, നിങ്ങളുടെ എന്താണോ ഭാരങ്ങൾ, എന്താണോ അതെല്ലാം എൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പകരം എൻ്റെ നുകം നിങ്ങളെടുക്കുക. ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലെറ്റ് മീ ടീച്ച് യു. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാ, ഞാൻ പഠിപ്പിക്കുക. എന്താ? ബിക്കോസ് ഐ ആം ഹംബിൾ ആൻഡ് ജെന്റിൽ അറ്റ് ഹാർട്ട്. കണ്ടോ, ഞാൻ എളിമയുള്ളവനാ. ഒന്ന് വായിച്ച ആ വചനം 28-29, മത്തായി സുവിശേഷം 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പം എന്നും നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ഇതുമായിട്ട് ചെല്ലണം, അല്ലേ? കർത്താവേ, എൻ്റെ ജോലിയിൽ എനിക്കിങ്ങനെ ഭാരങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് എനിക്കിങ്ങനെ വിഷയങ്ങളുണ്ട്, ഇതെല്ലാം കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് എന്നിട്ട് കർത്താവ് പറയാ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, നിങ്ങളെ തലോടാം ഞാൻ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ ആ തലോടൽ അനുഭവിക്കണം. ഞാൻ നിങ്ങളെ സുഖമാക്കാം, ഞാൻ നിങ്ങളെ എൻ്റെ മാറോട് ചേർത്ത് വെച്ച് ഹല്ലേലൂയ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ആ ഭാരം എന്താണോ അത് ഞാൻ, കർത്താവ് പറയാ, അത് ഞാൻ ഏറ്റെടുക്കാം. ഹല്ലേലൂയ. വായിച്ച 29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നിൽ നിന്ന് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുവട് ലഘുവും ആകുന്നു. അതിനകത്ത് 29-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ബിക്കോസ് ഐ ആം ഹംബിൾ ആൻഡ് ജെന്റിൽ അറ്റ് ഹാർട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ്. ഞാൻ എളിമയുള്ളവനും ഞാൻ ഹൃദയത്തിൽ അലിവുള്ളവനും സൗമ്യതയുള്ളവനുമായതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഇതെങ്ങനെയാ? കർത്താവ് എളിമയുള്ളവനും കർത്താവ് സൗമ്യനുമായതുകൊണ്ട് നമ്മളുടെ ഭാരങ്ങൾ കുറഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറയുക, ഇങ്ങനെ മാത്രമേ നമ്മളുടെ ഭാരവും കുറയത്തുള്ളൂ. നമ്മൾക്ക് എപ്പോഴും ഈ ഭാരങ്ങളെല്ലാം ഞാനത് ചെയ്താൽ മാത്രമേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ, അല്ലേ? പലവരെയും കേട്ടിട്ടില്ലേ, അവർ പറയും ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടന്നു കിട്ടുന്നത്. കാണാം, ഞാനിവിടെ ഒരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ എന്തോ ആയി തീർന്നേനെന്ന് കാണാം, പറയത്തില്ലേ? എന്ന് വെച്ചാൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരം, അവരുടെ തലയിൽ കൂടെ വീട് ഓടുന്നത്. ഹല്ലേലൂയ. ചില ജോലി സ്ഥലത്ത് ചിലവർ കാണും, അവർ പറയും കാണാമായിരുന്നു, ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്തതെന്ന്. അവരുടെ തലയിൽ കൂടെ ഓഫീസ് മൊത്തം ഓടുന്നത്. ചിലപ്പം അങ്ങനെ ഒന്നും പറയാത്തവർ കാണും, അവർ പറയും അയ്യോ ഞാൻ അത് ചെയ്യട്ടെ, അയ്യോ അവരാരെങ്കിലും വന്ന് ഇതൊക്കെ കണ്ടാലും ഞാനിത് ചെയ്തിട്ടില്ല എന്ന് ഓർത്താൽ അയ്യോ എന്തോ ആയി തീരും, അല്ലേ? മൊത്തം ഭാരം കൊണ്ട് നടക്കുക. കർത്താവ് പറയുക, ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കഴിവിലൊന്നും ആശ്രയിക്കേണ്ട, നിങ്ങളുള്ളത് എടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ ആ ജോലി സ്ഥലത്തോട്ട് പോയാൽ മതി. നിങ്ങൾ എക്സ്ട്രാ ഒന്നും ഏറ്റെടുക്കണ്ട. നിങ്ങളുടെ ഉള്ള കഴിവും കൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ മതി.
ഭാരമായി. പക്ഷെ നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചാൽ, കർത്താവിൻ്റെ നുകം എടുത്താൽ, എളിമയും താഴ്മയുമുള്ള ആ നുകം എടുത്തു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എളിമയോടെ നിന്ന് കർത്താവ് എനിക്ക് ഇത്രയും കഴിവേ ഉള്ളൂ, ഇതിനെ അങ്ങ് ഏറ്റവും ഭംഗിയാക്കി തരണം. കർത്താവ് എനിക്ക് ഇത്രയും സമയമേ ഉള്ളൂ, ഇതിനെ ഏറ്റവും നല്ലതാക്കി തരണം. നമ്മൾ ആ ഭാരപ്പെടുന്നതും ജോലിയിൽ വട്ടം കറങ്ങുന്ന സമയമുണ്ടെങ്കിൽ കർത്താവിനോട് ഒരു സ്തുതി പറഞ്ഞാൽ കർത്താവ് അവിടെ ഏറ്റവും ബെസ്റ്റാക്കി തരും. ഹല്ലേലൂയ, നമുക്ക് അതിനുള്ള റിസോഴ്സ് തരും. ഇതാ യോബ് പറഞ്ഞത്. യോബ് 42-ാം അധ്യായത്തിനകത്ത് യോബിൻ്റെ ജോബ് ചാപ്റ്റർ 42 അതിനകത്ത് പറയാം. അപ്പോൾ അതിനകത്ത് 38-നകത്തും ഒക്കെ 38 തൊട്ട് 41 വരെയും ദൈവം ഇങ്ങനെ യോബിനോട് ചോദിക്കുക, യോബേ നീ ഒന്ന് നോക്കിക്കേ, നീയാണോ വെള്ളത്തിനൊക്കെ വര വെച്ചത്? നീയാണോ കിളിക്കൊക്കെ അതിൻ്റെ കളറ് കൊടുത്തത്? നീയാണോ മഞ്ഞിനെ പെയ്പ്പിച്ചത്? നീ ഭാരപ്പെട്ടത് കൊണ്ടാണോ സൂര്യൻ ഉദിച്ചത്? നീ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടോ ഇടിവിൽ നിന്നിട്ടാണോ രാത്രി മാറി പകലായത്? കുറേ കാര്യങ്ങൾ അങ്ങ് ചോദിക്കുക. യോബിനെ ചോദിച്ച് 38-ാം അധ്യായം തൊട്ട് 41-ാം അധ്യായം വരെയും ദൈവം ഇങ്ങനെ യോബിനോട് ഓരോന്ന് ചോദിച്ചു. നീ ഉണ്ടായിരുന്നോ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്? നീയാണോ വെള്ളത്തിനെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടന്നത് എന്നൊക്കെ ഇങ്ങനെ എല്ലാം ചോദിച്ചപ്പം യോബിന് മനസ്സിലായി, ഞാൻ വെറുതെ ഭാരപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മളാരും കടന്ന് അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല സൂര്യൻ ഉദിക്കുന്നത്. നമ്മൾ ഭാരപ്പെട്ടിട്ടല്ല നമ്മുടെ വീട്ടിനകത്തെ ഒരു കാര്യങ്ങളും നടക്കുന്നത്. അതിന് പകരം 10 സ്തോത്രം പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിനകത്തെയും ജോലി സ്ഥലത്തെയും ഒക്കെ കാര്യങ്ങൾ നടന്നു കിട്ടും. യോബിൻ്റെ 42-നകത്ത് 1-2 വാക്യങ്ങൾക്കകത്ത് യോബ് പറയുക, Then Job replied to the Lord, I know that you can do anything and no one can stop you. കണ്ടോ? എന്ന് വായിച്ചേ. അതിനെ യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്ന്. നിനക്ക് സകലതും കഴിയും. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. കണ്ടോ? ഞാൻ അറിയുക കർത്താവേ, നിന്നെ കൊണ്ട് സകലതും കഴിയും, നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിനകത്തൊന്നും എനിക്ക് എന്ത് ചെയ്താലും ഞാൻ കുറേ ഭാരപ്പെട്ടു. അല്ല, യോബ് ഒരുപാട് ടെൻഷൻ അടിച്ചു, ഒരുപാട് ഭാരപ്പെട്ടു. യോബ് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓർത്തു, യോബ് കുറേ മണ്ണിനകത്തും പുകയ്ക്കകത്തും ഒക്കെ കയറിയിരുന്നാൽ ഇതെല്ലാം അങ്ങ് മാറും. യോബ് ഓർത്തു, യോബ് കൊടും പാപം ചെയ്തിട്ടാ യോബ് ഇങ്ങനെ അനുഭവിക്കുന്നതെന്ന്. എല്ലാം ഇരുന്ന് അവിടെ യോബ് ഇരുന്ന് ചിന്തിച്ചു. പക്ഷെ ദൈവം പറയാം, ഒന്നുമല്ല യോബേ, നീ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല, എനിക്കെന്തും ചെയ്യാം, എനിക്കെല്ലാം ചെയ്യാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യേശുവിനെല്ലാം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് യേശു പറഞ്ഞത്, ദിനം തോറും നിങ്ങളുടെ ഭാരങ്ങൾ അവൻ്റെ മേൽ ഇട്ടുകൊടുക്കുക. ഇന്നൊരു പ്രൊഫറ്റിക് ആക്ട് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെയൊന്നും പ്രവചന ശുശ്രൂഷയൊന്നും ചെയ്ത് പരിചയമില്ലാത്തവർ ഇന്ന് അങ്ങനെ ചെയ്യണം. ഒരു പേപ്പറിൽ എഴുതി വെക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന ഏറ്റവും കൂടുതൽ കാര്യം എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൈവിട്ട് സ്വഭാവമായിരിക്കാം, മക്കളുടെ ആയിരിക്കാം, ഭാര്യയുടെ ആയിരിക്കാം, ജോലി സ്ഥലത്തെ ഭാരമായിരിക്കാം, വീട്ടിനകത്തെ ഒന്നിൻ്റെ പുറകെ വരുന്ന ചിലപ്പം രോഗത്തിൻ്റെ അവസ്ഥകളായിരിക്കും. എന്താണോ ഹല്ലേലൂയ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ചിന്തയുടെ സമയം എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബന്ധപ്പെടുത്തുന്നത്, അതൊരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് ഇന്ന് കർത്താവിൻ്റെ കയ്യിൽ അതിനെ കൊടുത്തിട്ട് കർത്താവിനോട് പറയണം, ഇനി എനിക്ക് വേണ്ട, ഇതൊരു ഭാരമാണ്. ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് പറയണം, ഇതെല്ലാമാണ് എൻ്റെ ഭാരങ്ങൾ, ഇതിനകത്താണ് എൻ്റെ ചിന്തകൾ അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ ചിന്തകൾ അതിനകത്തോട്ട് പോകുമ്പോൾ നമ്മൾ അതിന് ഉത്തരവാദിത്വം എടുക്കുക, അല്ലേ? നമ്മൾ പറയുക, ഞാനിതെല്ലാം ചെയ്യാം, ഞാനിത് ചെയ്യണം എന്ന് പറയും. നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടില്ലത്. അതെല്ലാം എഴുതി വെച്ചിട്ട് ഇന്ന് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയണം, ഇത് കർത്താവേ, ഇത് ഞാൻ അങ്ങയുടെ കയ്യിൽ തരുന്നു, ഇനി എനിക്കിത് വേണ്ട, ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് ചുരുട്ടി, ഈ പേപ്പറിനെയൊക്കെ ഒന്ന് ചുരുട്ടി കൂട്ടിയിട്ട് പറയണം, ഇനി എനിക്ക് ഈ ഭാരം എൻ്റെ കയ്യിൽ വേണ്ട, ഞാനിതിനെ ദൂരെ എടുത്തെറിയുക എന്ന് പറഞ്ഞ് അതിനൊറ്റ ഏറ് വെച്ച് കൊടുക്കണം. ഇതിന് പറയണം, ഇതതിനെ പോകട്ടെ, ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നില്ല. ഒരു കർത്താവിനോട് പറയണം, കർത്താവേ, ഇതെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു, ഇനി ഞാൻ ഭാരപ്പെടുന്നില്ല, അങ്ങേ ഇതിനകത്ത് തീരുമാനമെടുക്കണം. അതിനകത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു കളയല്ല, പക്ഷെ നമ്മൾ അതിനകത്ത് സ്വസ്ഥതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പറയണം,
കർത്താവെ എൻ്റെ ജോലി സ്ഥലത്തെ ഭാരങ്ങളെല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇട്ടുതരുന്നു. ഇനി ഞാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടുത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തെ അനുഗ്രഹിക്കും, ഞാൻ എൻ്റെ ജോലിയെ അനുഗ്രഹിക്കും, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിനെ ഞാൻ അനുഗ്രഹിക്കും. എൻ്റെ കർത്താവിൻ്റെ ബലത്തിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ ബലമല്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിത്തീരും? എൻ്റെ ബലത്തിൽ ഞാൻ ആശ്രയിക്കുക. ഇനി എൻ്റെ ബലത്തിലല്ല, അങ്ങയുടെ ബലത്തിൽ. വീട്ടിനകത്തുണ്ടോ ജോലി, വിഷയങ്ങൾ, കാര്യങ്ങൾ, ഇതേപോലെ തന്നെ ചെയ്യണം. കർത്താവ് പറഞ്ഞത് എന്താണ്? മത്തായി സുവിശേഷം 6:33 അധ്യായത്തിനകത്ത് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു, ആദ്യം നിങ്ങൾ കർത്താവിനെയും കർത്താവിൻ്റെ രാജ്യത്തിനെയും കർത്താവിൻ്റെ നീതിയെയും രാജ്യത്തിൻ്റെ നീതിയെയും അന്വേഷിക്കുക, അല്ലേ? സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് അബവ് ഓൾ എൽസ് ആൻഡ് ലിവ് റൈച്ചസ്ലി ആൻഡ് He will give you everything you need. മത്തായി 6:33. മുമ്പേ അവന്റെ രാജ്യവും. മുമ്പേ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് പല കാര്യങ്ങൾ കാണും. പക്ഷേ കർത്താവ് പറയുന്നത് മുമ്പേ. ഹല്ലേലൂയ. ചിലപ്പം ജോലി സ്ഥലത്ത് പോകുമ്പം ജോലി സ്ഥലത്തുള്ള 10 കാര്യങ്ങളായിരിക്കും മനസ്സിലുള്ളത്. പക്ഷെ കർത്താവ് പറയുന്നു അതിനൊക്കെ മുമ്പേ. ഹല്ലേലൂയ. ജോലി സ്ഥലത്ത് നമ്മൾ എത്തുന്നതിന് മുമ്പേ ദൈവരാജ്യം അവിടെ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിനെ കുറിച്ച് ചിന്തിക്കണം. വീട്ടിനകത്താണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഓക്കെ മക്കൾക്ക് ഈ ടിഫിൻ ഇത് ഇങ്ങനെയല്ല. അതിന് മുമ്പേ ദൈവരാജ്യം ചിന്തിക്കണം. വായിച്ച്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതിനകത്തൊരു ഇംഗ്ലീഷിലൊരു വാക്യമുണ്ട്, മുമ്പേ നിങ്ങൾ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ലിവ് റൈച്ചസ്ലി, നിങ്ങൾ നീതിയോടെ ജീവിക്കുക. ഹല്ലേലൂയ. ആൻഡ് ഹി വിൽ ഗിവ് യു, നിങ്ങൾക്ക് വേണ്ട സകലതും കർത്താവ് നമുക്ക് ചേർത്ത് തരും. ഹല്ലേലൂയ. സകലതും നമുക്ക് തരും. ഇന്ന് സ്വസ്ഥത വേണോ? കർത്താവ് പറഞ്ഞത് ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടല്ലേ. ഹല്ലേലൂയ. അതിൻ്റെ 34 വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടല്ലേ, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. ആമേൻ. അപ്പം നാളത്തേനെ കുറിച്ച് നമ്മൾ ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടില്ല, ഒന്നിനെയും കുറിച്ചും ഭാരപ്പെടില്ല. ഇത് ഭാരമെല്ലാം എടുത്ത് ദൂരെ എറിഞ്ഞ്, ഹല്ലേലൂയ, സകല ഭാരങ്ങളും എല്ലാം എടുത്ത് ദൂരെ എറിഞ്ഞ് ഇത് കർത്താവിനോട് പറയാൻ, കർത്താവ് ഇതിനൊന്നും എനിക്ക് വേണ്ട, ഞാനിത് അങ്ങയുടെ കൈകളിലേക്ക് ഇട്ടു തരുക. എനിക്ക് ഈ ഭാരം ഒന്നും വേണ്ട, എനിക്ക് കണ്ടമാനം ഉത്തരവാദിത്തങ്ങൾ വേണ്ട, എൻ്റെ സ്വസ്ഥതയെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വിഷയങ്ങളും ഒരു കാര്യങ്ങളും എനിക്ക് വേണ്ട. അല്ല, എനിക്ക് കർത്താവിൻ്റെ സ്വസ്ഥത മതി. ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുമ്പം നമ്മൾ പറയുക, എനിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല, യേശുവേ അങ്ങേക്കാണ് ഉത്തരവാദിത്വം. നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ മിണ്ടാതെ ചെയ്യുക, പക്ഷേ കർത്താവിൻ്റെ കയ്യിലോട്ട് ഉത്തരവാദിത്വം കൊടുക്കുക. ജീവിതം സ്വസ്ഥമാകും, നമ്മൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. അല്ലേ, നമ്മൾ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ പോകുമ്പം നമ്മൾക്ക് മനസ്സിലാവും, നമുക്ക് വലിയ സ്വസ്ഥതയും ഉണ്ടാവും, നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഒന്നിനും സമയമില്ലാതെ ഞങ്ങൾ ഇംഗ്ലീഷിലൊരു ടേം ഉണ്ട്, ഹെഡ്ലെസ് ചിക്കനെ പോലെ ഓടി നടക്കുന്നത്. വെച്ചാൽ തലയില്ലാത്ത കോഴി ഓടി നടക്കുന്നത് പോലെ ഓടി നടക്കും പലവരും. അതുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര വെപ്രാളപ്പെട്ട് എന്ത് ചെയ്യും. അത് ചിലപ്പം ഓടി നടക്കുകയായിരിക്കത്തില്ല, മനസ്സിനകത്ത് ഒന്നിൻ്റെ പുറകെ ഇങ്ങനെ 150 ചിന്തകൾ. അതിനും സമയം, അതിനും കൊടുക്കണം, അതും നേരെയാവണം, ഇതും നേരെയാവണം, മക്കളുടെ ജീവിതം, ഭാര്യയുടെ ജീവിതം, ഭർത്താവിന് കുറേ കാര്യങ്ങൾ, നാട്ടുകാരത് പറഞ്ഞു, വീട്ടുകാരിത് പറഞ്ഞു, കുറേ കാര്യങ്ങൾ. ഇന്ന് അതിനെയെല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ട് ഇട്ടുകൊടുത്തേക്കും. പറയാം, ഹല്ലേലൂയ, എനിക്ക് വേണ്ടതൊന്നും. ഹല്ലേലൂയ. എനിക്ക് സ്വസ്ഥത, എനിക്ക് ആ സ്വസ്ഥമായ നീർച്ചാലിൻ്റെ അരികത്ത് എനിക്ക് വന്നിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് കർത്താവിൻ്റെ മാറോട് ചേർന്ന് എനിക്കിരിക്കണം, എനിക്ക് ആസ്വദിക്കണം. എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് വളരെ സ്വസ്ഥമായി ശാന്തമായി എനിക്ക് ജീവിതം ആസ്വദിക്കണം. കർത്താവ് സഹായിക്കട്ടെ. എന്നൊന്ന് പ്രാർത്ഥിക്കാം. യേശുവെ, പല വിഷയങ്ങളാൽ, പല ചിന്തകളാൽ രാവിലെ എഴുന്നേൽക്കുമ്പം തൊട്ട് രാത്രി വരെയും ചിലപ്പം ജോലിയായിരിക്കാം, ചിന്തകളായിരിക്കാം, വീട്ടിലെ അവസ്ഥകളായിരിക്കാം, എന്താണോ എവിടാണോ ശ്രദ്ധയെല്ലാം പോയി സ്വസ്ഥതയില്ലാതെ പോകുന്നത്, ഇന്ന് ആ ഭാരങ്ങളെല്ലാം യേശുവിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്ത്, ഹല്ലേലൂയ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എൻ്റെ ദൈവത്തിന് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഉറപ്പോടെ കർത്താവെ ജീവിതത്തിനകത്ത് വലിയ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ശാന്തതയോടെയും ജീവിതത്തിനകത്ത് മുന്നേറുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം, ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം. ആ കള്ളനുഖം യേശുവിൻ്റെ നാമത്തിൽ പൊളിഞ്ഞു മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.